നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ വിജയം UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയമൊന്നും UDFനെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നത് ഫലത്തിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും അടുത്ത കേരളം ഭരിക്കുക UDF ആണോ? ഈ ചർച്ചകൾ അടുത്ത മുഖ്യമന്ത്രി UDFന്റെ മുഖ്യമന്ത്രി ആരാണ്? ഈ ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് ഘടകങ്ങൾ UDFന്റെ വിജയത്തിലേക്ക് നയിച്ചു. അതിലൊരു ഘടകമായിട്ട് കരുതുന്നത് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് ആണ്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും UDF മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഷാഫി ഇഫക്റ്റ് ആണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ശക്തമാവുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂരിലെല്ലാം ഓടി നടന്നാണ് UDF പ്രചാരണത്തിൽ വലിയ ഓളം തീർത്ത് ഷാഫി പറമ്പിൽ MP പങ്കെടുത്തത്. ഇത് ഫലത്തിലും പ്രതിഫലിച്ചെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ഭാഗത്ത് പ്രചാരണം നയിക്കുക ഷാഫി ആയിരിക്കുമെന്ന് വ്യക്തം. തിരഞ്ഞെടുപ്പ് വേളയിലെ ഷാഫി ഇഫക്റ്റ് ഒരുപാടുണ്ടായിരുന്നു, അത് പ്രകടമായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഷാഫിക്കായി UDF മുറവിളി കൂട്ടിയിരുന്നു. പരമാവധി എല്ലാ ഇടങ്ങളിലും എത്താവുന്ന വിധത്തിൽ തിരക്കിട്ട ഷെഡ്യൂളായിരുന്നു ഷാഫിയുടേത്. രാവിലെ 7 മണിക്ക് പ്രചാരണം തുടങ്ങും. പല ദിവസങ്ങളിലും അത് അവസാനിക്കുന്നത് രാത്രി 12 മണിയോടെയാണ്. UDFൽ ഒരു നേതാവും ഇത്രത്തോളം സ്ഥലങ്ങളിൽ പ്രചാരണത്തിന് പോയിട്ടുണ്ടാകില്ല എന്നതടക്കമുള്ള ചില നിഗമനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉയരുന്നുണ്ട്. മണ്ഡലത്തിലെ തിരക്കുണ്ട്. അതിനിടയിലും പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും ഷാഫി പറമ്പിൽ പ്രചാരണത്തിന് ഓടിയെത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഷാഫി പ്രചാരണത്തിനായി എത്തിയിരുന്നു. ചിലയിടങ്ങളിൽ അതിലേറെ തവണയും അദ്ദേഹം പോയി. കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലും ഷാഫി പറമ്പിൽ പ്രചാരണം നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ രാത്രി വൈകിയും ജനക്കൂട്ടം ഷാഫിയെ കാണാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. വടകര പാർലമെന്റ് മണ്ഡലം പരിധിയിലും കോഴിക്കോടും കണ്ണൂരിലുമെല്ലാം ഇത് വോട്ടായി മാറിയെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം. കോഴിക്കോട് മാത്രം 19 പഞ്ചായത്തുകളാണ് UDF പിടിച്ചെടുത്തത്. 3 തുല്യ സീറ്റും UDF നേടി. ജില്ലാ പഞ്ചായത്ത് ഭരണം ആദ്യമായി UDFന് കിട്ടി. കണ്ണൂരിലും കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഉൾപ്പെടെ ഒട്ടേറെ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിലും കൊയിലാണ്ടി നഗരസഭയിലും ഉൾപ്പെടെ നല്ല മുന്നേറ്റം നേടാൻ കോൺഗ്രസിന് സാധിച്ചു. കോർപ്പറേഷനിൽ മിക്കവാറും ദിവസങ്ങളിൽ ഷാഫിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പോലീസ് അതിക്രമത്തിൽ ഷാഫിക്ക് പരിക്കേറ്റ പേരാമ്പ്ര പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചുപിടിക്കാനായത് അത് വലിയൊരു പ്രതികാരം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളത് വിജയമായി മാറി. മണിയൂർ, പുറമേരി തുടങ്ങിയ ഇടതു കോട്ടകളും തകർന്ന് തരിപ്പണമായി. ഈ മുന്നേറ്റത്തിനിടയിലും വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ആസ്ഥാനമായ വടകര നഗരസഭയിൽ UDFന് യാതൊരു രീതിയിലുള്ള ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ്. കോൺഗ്രസ് ഇവിടെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ തവണ കയ്യിലുണ്ടായിരുന്ന 3 വാർഡുകൾ കോൺഗ്രസിന് ഇവിടെ നഷ്ടപ്പെട്ടു. വടകരയിലെ തിരിച്ചടി ഷാഫിക്കും വളരെ ക്ഷീണമായി മാറി. വാണിമേൽ, അഴിയൂർ പോലുള്ള പഞ്ചായത്തുകൾ നഷ്ടമായി. ഇതെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നൽകിയത്. മാത്രമല്ല, ഇനി ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. പേരാമ്പ്രയിൽ ഇത്തവണ UDF തരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 20 വർഷത്തിന് ശേഷം പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചു. ആകെയുള്ള 19 വാർഡിലേക്കായിരുന്നു മത്സരം. LDF കൺവീനർ TP രാമകൃഷ്ണൻ MLAയുടെ നിയമസഭാ മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര എന്നതും ഏറ്റവും ശ്രദ്ധേയം. 2000-2005 കാലത്ത് കോൺഗ്രസിലെ ആലിസ് മാത്യു പ്രസിഡന്റായ ഭരണസമിതിയാണ് UDFന്റേതായി അധികാരത്തിലെത്തിയ ഏക ഭരണസമിതി. കഴിഞ്ഞ തവണ 19 സീറ്റ് ഉണ്ടായിരുന്ന പേരാമ്പ്ര പഞ്ചായത്തിൽ 9 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെയാണ് CPMലെ VK പ്രമോദ് പ്രസിഡന്റായത്. അന്ന് 14 സീറ്റ് LDFനും 5 സീറ്റ് UDFനും കിട്ടി. അതിന് തൊട്ടു മുൻപത്തെ ഭരണസമിതിയിൽ എന്താണ് സംഭവിച്ചത്? കല്ലോട് മേഖലയിൽ നിന്ന് BJPക്ക് 1 സീറ്റ് നേടാൻ സാധിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിൽ BJP എങ്ങും ഉണ്ടായിരുന്നില്ല, സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്കാണ് പേരാമ്പ്ര വാർത്തകൾ നിറഞ്ഞത്. നമുക്ക് എന്താണ് സംഭവം എന്നറിയാം. അതായത് UDF പ്രതിഷേധത്തിനിടെ പേരാമ്പ്ര ടൗണിൽ ഷാഫി പറമ്പിൽ MPക്ക് പോലീസിനെ ലാത്തിയടിയേറ്റ സംഭവം. അത് UDFന്റെ പ്രധാന പ്രചാരണ വിഷയം അത് തന്നെയായിരുന്നു. അത് അവിടെ എത്രത്തോളം ഫലം കണ്ടു എന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതാണ്. TP ചന്ദ്രശേഖരന്റെ ഘാതകരെ തുറന്നുവിടാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് പുറത്തു വന്നതെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് അടക്കം BJPക്കുണ്ടായ നേട്ടങ്ങൾക്ക് നന്ദി പറയേണ്ടത് പിണറായി വിജയനാണെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഫലമെന്നും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അധികാരത്തിലിരിക്കുന്നവരെക്കാൾ ശക്തി ജനങ്ങൾക്കാണെന്ന് ഫലം പുറത്തു വന്നതോടെ തെളിഞ്ഞെന്നും ഷാഫി പ്രതികരിച്ചു. ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി. ഒട്ടും അഹങ്കാരമില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങും. 2026 ഇന്ധനമാണ് ഈ വിജയം. കൊടുത്താൽ 1
ഒരുമയോടെ മുന്നോട്ടു പോകും. KC വേണുഗോപാലിന്റെയും സണ്ണി ജോസഫിന്റെയും നേതൃപരമായ ഇടപെടൽ വിജയത്തിൽ കാര്യമായി പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കഠിനാധ്വാനം അത്യധികം ഗുണം ചെയ്തു. മുന്നണിയുടെ വിജയത്തിൽ മുസ്ലിം ലീഗ് അതിശക്തമായ വിജയത്തിന് ഇന്ധനം പകർന്നുവെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയം. വടകരയിലെ ജനങ്ങളോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകില്ല. വടകരയിൽ ചരിത്ര മുന്നേറ്റമാണ് ഉണ്ടായത്. CPMന്റെ കുത്തക പഞ്ചായത്തുകളിൽ ചരിത്ര വിജയമാണ് ഉണ്ടായത്. TPയുടെ ഘാതകരെ തുറന്നുവിടാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയത്തോളം പോകുന്ന റിസൾട്ടാണ് ഉണ്ടായത്. മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി കൂട്ടിക്കെട്ടി ഈ വിജയത്തെ കാണാനാകില്ല. ശബരിമല പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. അമ്പലക്കള്ളന്മാരോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞവരിൽ എല്ലാ വിഭാഗം ജനങ്ങളുണ്ട് എന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ഔദാര്യം കൊടുത്തതുപോലെയാണ് MM മണിയുടെ പ്രതികരണം. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ MM മണി നടത്തിയ ഒരു പ്രസ്താവന വളരെ വിവാദമായിരുന്നു. പെൻഷൻ കാശ് വാങ്ങിയെടുത്തിട്ട് വോട്ട് ചെയ്തില്ല എന്നടക്കമുള്ള ഒരു വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു. അതിന് ഷാഫിയുടെ മറുപടി ഇപ്രകാരമാണ്: ഔദാര്യം കൊടുത്തതുപോലെയായിരുന്നു MM മണിയുടെ പ്രതികരണം. ആരുടെയും തറവാട്ട് സ്വത്തിൽ നിന്നല്ല ക്ഷേമ പെൻഷൻ കൊടുത്തത്. അധികാരം തലയ്ക്ക് പിടിച്ച പെരുമാറ്റമാണത്. വാങ്ങി ശാപ്പാടടിക്കാൻ കൊടുത്താൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വില കുറിച്ച് കണ്ടെന്നും BJPക്കുണ്ടായ നേട്ടങ്ങളിൽ CPM മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. എന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം കൈവരിച്ചതിൽ ജനങ്ങൾ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചുവെന്നും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിധിയെഴുത്താണിതെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അതെന്താണെന്ന് വ്യക്തമായി ഫലത്തിൽ കണ്ടുവെന്നും ഷാഫിയുടെ പരിഹാസം. വടകരയിലെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും വടകരയിൽ ചരിത്ര മുന്നേറ്റമാണ് ഉണ്ടായതെന്നും ഷാഫി പറമ്പിൽ. CPMന്റെ കുത്തക പഞ്ചായത്തുകളിൽ ചരിത്ര വിജയം നൽകി വടകര ജയിപ്പിച്ചു. വീക്കായ സ്ഥലങ്ങളിൽ പോലും മുന്നേറ്റം. BJPക്ക് ചിലയിടങ്ങളിൽ ഉണ്ടായ മുന്നേറ്റത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. BJPക്ക് വേണ്ടി CPM സീറ്റ് വെട്ടി മുറിച്ചു കൊടുത്തു. തിരുവനന്തപുരത്ത് ഞങ്ങൾ നില മെച്ചപ്പെടുത്തി. BJP വളർച്ചയ്ക്ക് CPM സഹായം ചെയ്തു. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പദവിക്ക് നിരക്കാത്ത പ്രസ്താവന മുഖ്യമന്ത്രി നടത്തി. അതിനുള്ള തിരിച്ചടി ജനങ്ങൾ നൽകി. രാഹുൽ വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു.